ഹലോ everyone again. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ സ്ഫെറിക്കൽ മിറേഴ്സ് എന്താണ്, ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് പഠിച്ചു. അതുപോലെ തന്നെ കോമ്പോണൻസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷനും പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ് റേ പിന്നെ സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ലെസൺ ആണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് വരാനുള്ള ലെൻസിലും ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സും ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫെറിക്കൽ ലെൻസിലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ മെയിൻ ആയിട്ട് രണ്ടെണ്ണമാണുള്ളത്. ദർ ആർ ടു ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അപ്പൊ എന്താണ് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, എന്താണ് ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ ഇവിടെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉണ്ട്. ഇപ്പൊ ഈ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? നമുക്കറിയാം, ഇങ്ങനെ വര കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബാക്കിൽ സിൽവേർഡ് ആയിട്ടുള്ളതെന്ന് അർത്ഥം. ബാക്കിലാണ്, ഇവിടെയാണ് സിൽവേർഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഇതാണ്. ഓക്കെ, റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത് ഈ മേലത്തെ സർഫേസ് ആണ് റിഫ്ലക്റ്റിംഗ് സർഫേസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻസിഡന്റ് റേ വരികയാണ്. ഒരു ഇൻസിഡന്റ് റേ ഈ റിഫ്ലക്റ്റിംഗ് സർഫേസിലേക്ക് വരികയാണ്. ഒരു ഇൻസിഡന്റ് റേ വന്നു ഈ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ തട്ടി. ഈ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? മോസ്റ്റ് ഓഫ് യു നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ഇത് അറിയാത്തുണ്ടാവും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇതാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതോ ഇതാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ, ഇതാണോ അതോ ഇതാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? പക്ഷേ ഇത് രണ്ടും അല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഒരു നോർമൽ വരയ്ക്കണം. ഈ റിഫ്ലക്റ്റിംഗ് ഏത് പോയിന്റിലാണോ വന്ന് ഇൻസിഡന്റ് ആയിട്ടുള്ളത്, തട്ടിയിട്ടുള്ളത്, റിഫ്ലക്റ്റിംഗ് സർഫേസിലെ ഏത് പോയിന്റിലാണോ വന്ന് തട്ടിയിട്ടുള്ളത്, അവിടുന്ന് നമ്മൾ ഒരു നോർമൽ വരയ്ക്കണം. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫേസിന് ഇതാണല്ലോ റിഫ്ലക്റ്റിംഗ് സർഫേസ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും 90 ഡിഗ്രി, ആ പോയിന്റിനായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മൾ എന്തെന്ന് പറയാം, നോർമൽ എന്ന് പറയാം. ഇതിനാണ് നോർമൽ, ഈ പെർപെൻഡിക്കുലർ ലൈനാണ് നമ്മൾ എന്ത് പറയാം, നോർമൽ എന്ന് പറയാം. വാട്ട് ഡു വി കോൾ ഇറ്റ്? നോർമൽ. ഓക്കെ, നോർമൽ. ഈ പെർപെൻഡിക്കുലർ ലൈനാണ് നമ്മൾ നോർമൽ എന്ന് പറയാം. അപ്പൊ ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നമ്മൾ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ ഇൻസിഡന്റ് റേയും ഈ നോർമലും തമ്മിലുള്ള ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇതിനാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ റേക്ക് നമ്മൾ പറയും ഇൻസിഡന്റ് റേ. വി കോൾ ഇറ്റ് ഇൻസിഡന്റ് റേ. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയുന്നത്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താ ഡിസ്കസ് ചെയ്യാം. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം ഇൻസിഡന്റ് റേ വന്നു. ഇൻസിഡന്റ് റേ വന്നു കഴിഞ്ഞിട്ട് ഈ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഒന്ന് റിഫ്ലക്ട് ചെയ്യണം. എങ്ങനെ റിഫ്ലക്ട് ചെയ്യും? സച്ച് ദാറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് ഇൻ എ സച്ച് എ മാനർ ദാറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആവും. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിളിനാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. സിമിലർലി ഈ റിഫ്ലക്റ്റഡ് റേ, ഇതാണല്ലോ റിഫ്ലക്റ്റഡ് റേ, ഈ റിഫ്ലക്റ്റഡ് റേയും ഈ നോർമലും തമ്മിലുള്ള ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആവും ഇൻ കേസ് ഓഫ് റിഫ്ലക്ഷൻ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെങ്കിൽ ഓഫ് കോഴ്സ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 30 ഡിഗ്രി ആവും. ഓക്കെ, ഇതിപ്പോ എത്ര ആംഗിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് 30 ഡിഗ്രി, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 30 ഡിഗ്രി ആവും. സോ അതാണ് ഫസ്റ്റ് റോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ദിസ് ഇസ് ദ റിഫ്ലക്റ്റഡ് റേ. സോറി ഫോർ മൈ ഹാൻഡ് റൈറ്റിംഗ്. റിഫ്ലക്റ്റഡ് റേ, ഇൻസിഡന്റ് റേ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ. വന്ന് ഇൻസിഡന്റ് എന്ന റേന് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയും. അതുകൊണ്ട് റിഫ്ലക്ട് ആയി പോകുന്ന നമ്മൾ റേക്ക് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. സോ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമലിനും ഇൻസിഡന്റ് റേക്കും തമ്മിലുള്ള ആംഗിളിനാണ് നമ്മൾ എന്ത് പറയാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്ലെയിൻ മിററിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ നേരെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു
സ്ഫെറിക്കൽ മിറർ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ നോർമൽ എങ്ങനെ വരയ്ക്കാം? ഇറ്റ്സ് എ പ്രിറ്റി കൺഫ്യൂസിങ് തിങ്. ഇത് അവിടെ ഒരു സ്ഫെറിക്കൽ മിറർ, കോൺകേവ് മിറർ ഉണ്ട്. ഈ കോൺകേവ് മിറർ ആണെന്ന് എങ്ങനെ മനസ്സിലായി? കോൺകേവ് മിറർ എന്ന് എങ്ങനെ മനസ്സിലായി? നമുക്കറിയാം റിഫ്ലക്റ്റിംഗ് സർഫേസ് കണ്ടോ, മിററിംഗ് ബാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇൻവേർട്ട് സർഫേസ് ആണ് റിഫ്ലക്റ്റിംഗ് സർഫേസ് വിച്ച് ഇസ് ഫേസിംഗ് ദ സെന്റർ, ഹെൻസ് ഇറ്റ് ഇസ് എ കോൺകേവ് മിറർ. ഓക്കെ, അപ്പൊ ഒരു കോൺകേവ് മിററിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നോർമൽ വരയ്ക്കുക? സപ്പോസ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു റേ ഒന്ന് ഇൻസിഡന്റ് ആവുന്നുണ്ട്. ബ്ലൂ റേസ് ഒക്കെയാണ് കേട്ടോ ഇൻസിഡന്റ് റിഫ്ലക്റ്റഡ് റേസ് ആയിട്ട് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സോറി റെഡി ആയില്ല. ഇങ്ങനെ റേ വന്നു. ഓക്കെ, ഇങ്ങനെ ഒരു വാട്ട് ഈസ് ഹാപ്പനിങ്, റേ വരട്ടെ. ഓക്കെ, അവിടെ റേ വന്നു ഫൈനലി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെ നോർമൽ വരയ്ക്കാം? വെറുതെ നോർമൽ വരയ്ക്കും. വെറുതെ നിങ്ങൾക്ക് ഈ കർവ്ഡ് സർഫേസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ് ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചോ, നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ഫെറിക്കൽ സർഫേസിന്റെ, ഒരു സ്ഫെറിക്കൽ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാലാണ് അത് അതിന്റെ നോർമൽ ആയിട്ട് മാറും. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ പോയിന്റിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിന്റെ നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്ഫെറിക്കൽ മിറേഴ്സിന്റെ നോർമൽ എന്താണ്? ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് നമ്മൾ നോർമൽ ഇൻ കേസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് വരയ്ക്കുന്ന പോയിന്റ് ആണ് സ്ഫെറിക്കൽ മിറേഴ്സിന്റെ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ സിമിലർലി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ഈക്വൽ ഫോർ concave mirror and convex mirror also. അപ്പോൾ ഇതാണ് angle of incidence. Let me draw that angle of incidence. So this will be angle of incidence. Similarly, in your ray form such that angle of incidence and angle of reflection is same already. Okay. So this will be angle of reflection. Sorry, refraction. So here also angle I will be is equal to angle I. So that was in the case of concave mirror. ഇനി convex mirrorന്റെ കേസിൽ ഇതൊരു convex mirror ആണ്. എങ്ങനെ മനസ്സിലായി? സിൽവറിംഗ് ബാക്കിലാണ് നടന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ ഔട്ട്വേർഡ് കർവ്ഡ് ആയിട്ടുള്ള സർഫേസ് ആണ് റിഫ്ലക്റ്റീവ് സർഫേസ്. ഓക്കെ, സപ്പോസ് ഇപ്പൊ ഇങ്ങോട്ടൊരു റേ വരികയാണ്, ഇങ്ങോട്ടൊരു റേ വൺ ഇൻസിഡന്റ് ആവണം. ഓക്കെ, ഇങ്ങോട്ടൊരു റേ വൺ ഇൻസിഡന്റ് ആവണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നോർമൽ എങ്ങനെ വരയ്ക്കാം? ഇവിടുത്തെ നോർമൽ എങ്ങനെ നിങ്ങൾ വരയ്ക്കും? ഇവിടുത്തെ നോർമൽ വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ബട്ട് ഈ ലൈൻ ഓൾമോസ്റ്റ് സെന്റർ ഓഫ് കർവേച്ചർ പോകണ പോലെയാണ് പോകുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണല്ലോ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇനി ഈ ലൈൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ എക്സ്റ്റെൻഡ് ആക്കാൻ പറ്റുന്നില്ല. Let me extend. ഓ, നീളം കൂടി വരിക. നമുക്ക് ഒന്നുകൂടി എടുക്കാം, അതർവൈസ് ആ കോളായി പോകും. സെന്റർ ഓഫ് കർവേച്ചർ നിന്ന് പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ ഫൈനലി ഇങ്ങോട്ടാകുള്ളൂ. ഇതാണ് നമ്മുടെ നോർമൽ. അങ്ങനെയാണെങ്കിൽ അത് നോർമൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ഈ ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമുക്ക് റിഫ്ലക്റ്റഡ് റേ വരയ്ക്കാം. റിഫ്ലക്റ്റഡ് റേ എനിക്ക് പ്രൊട്രാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു അസംഷനിലാണ് വരയ്ക്കുന്നത്. ഈ ഈക്വൽ ആണെന്നുള്ള ഒരു അസംഷനിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് വേണം ചെയ്യാൻ. സോ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ഹിയർ ഓൾസോ ആംഗിൾ ഐ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് വരും. അതായിരുന്നു നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ഇതാണ് ആ മൂന്ന് കേസ്: പ്ലെയിൻ മിററിന്റെ കേസ്, കോൺകേവ് മിററിന്റെ കേസ് ആൻഡ് കോൺവെക്സ് മിററിന്റെ കേസ്. നൗ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? സെക്കൻഡ് ലോ പറയുന്നു the incident ray, the normal to the mirror and the point of incidence and the reflected ray all lie in the same plane. ഓക്കെ, അവിടെ പറയുന്നത് അപ്പൊ നമുക്ക് കാണാം, ഈ ഇതെന്താണ്? ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് റിഫ്ലക്റ്റഡ് റേ, ഇതാണ് നോർമൽ. ഇതിപ്പോ ഒക്കെ ഒരു പേപ്പറിലല്ലേ? ഓക്കെ, ഈ ഒരു പേപ്പറിന്റെ പുറത്തേക്ക് ഇതൊന്ന് പുറത്ത് വരുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല? ഈ റിഫ്ലക്റ്റഡ് റേ ഒന്നും കാണാൻ പറ്റില്ല. ഒരു പ്ലെയിനിലാണെങ്കിൽ ആ പ്ലെയിനിൽ തന്നെയാവും മൊത്തം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു പേപ്പർ വെക്കുകയാണ്, പേപ്പർ വെച്ചിട്ട് ഇവിടുന്ന് റിഫ്ലക്റ്റഡ് റേ ഇൻസിഡന്റ് റേ കൊടുക്കുകയാണെങ്കിൽ അത് പുറത്തേക്ക്, ആ പേപ്പറിന്റെ പുറത്ത് 3D ഫിഗർ ആയിട്ട് വരില്ല, ഒരു 2D. ഇപ്പൊ നിങ്ങൾ ആ പേപ്പർ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ അറ്റത്ത് നിന്ന് ഇവിടുന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റേ പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാം സെയിം പ്ലെയിനിലാണ് കിടക്കുക. ഓക്കെ, സെയിം പ്ലെയിൻ, നിങ്ങൾക്ക് അറിയാലോ പ്ലെയിൻ എന്താണ്. സോ സെയിം പ്ലെയിനിലാണ് ഇൻസിഡന്റ് റേ നോർമൽ ടു ദ മിറർ, പോയിന്റ് ഓഫ് ദ ഇൻസിഡൻസ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്.
ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് law of reflection important ആണ്. First law of reflection states that the angle of incidence is equal to the angle of reflection. And second law states that the incident ray, the normal to the mirror at the point of incident, and the reflected ray all lie in the same plane. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ laws of reflection. Now let's move to the next topic which states standard incident rays and reflected rays. Okay, next point എന്ന് പറയുന്നത് standard incident rays and reflected rays ആണ്. അപ്പോൾ നമുക്കറിയാം പ്ലെയിൻ മിററിന്റെ കേസിൽ ഈ ഒരൊറ്റ കേസേ ഉള്ളൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവും. ഇൻ എവരി കേസ് അങ്ങനെ തന്നെയാണ് വരിക. ബട്ട് ഇതിലൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് പറയാനൊന്നുമില്ല. പക്ഷെ സ്ഫെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ നമുക്ക് കുറെ സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് മെഷറിങ് എപ്പോഴും ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുന്നതിന് പകരം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഫോർ ടൈപ്പ് ഓഫ് റേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ റിഫ്ലക്റ്റഡ് റേ എങ്ങനെ പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ വെച്ചാൽ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് വരുന്ന റേ എങ്ങനെ പോകും, റേ പാസിംഗ് ടു ദ ഫോക്കസ് ഇൻ കോൺകേവ് മിറർ ആൻഡ് ഡയറക്റ്റഡ് ടു ഫോക്കസ് ഇൻ കോൺവെക്സ് മിറർ. ഓക്കെ, അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റേ പാസിംഗ് ടു ദ സെന്റർ ഓഫ് കർവേച്ചർ ഇൻ കോൺകേവ് മിറർ ആൻഡ് ഡയറക്റ്റഡ് ടു സെന്റർ ഓഫ് കർവേച്ചർ ഇൻ കോൺവെക്സ് മിറർ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ ചിലപ്പോൾ സ്കൂളിൽ ക്ലാസ് ഓൾറെഡി കേട്ടുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വന്നിട്ടുണ്ടാവും. ചിലർ ചിലപ്പോൾ ആദ്യമേ കേൾക്കുന്നതാവും. അപ്പോൾ എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പുറത്ത് വരുന്നത് റേ ഇൻസിഡന്റ് ഒബ്ലീക്ലി ഓൺ ദ റിഫ്ലക്ടിംഗ് സർഫേസ് ഫോർ ബോത്ത് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പൊ ഇത്രയും റേസിന്റെ കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബോത്ത് കോൺകേവ് മിററിന്റെ കേസിലും കോൺവെക്സ് മിററിന്റെ കേസിലും ഈ 4 കേസുകളും നമ്മൾ എവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ഒരു റേ, കോൺകേവ് മിററിലും കോൺവെക്സ് മിററിന്റെ കേസിലും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇന്നലെ മീൻസ് കഴിഞ്ഞ പാർട്ടില് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പോളിലൂടെയും, ഓക്കെ ഇവിടെ ഞാൻ പോള് മാർക്ക് ചെയ്തില്ല, ജസ്റ്റ് മാർക്ക് പോളിലൂടെയും പാസ് ചെയ്യുന്ന, സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പോളിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മൾ എന്ത് പറയാം, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് ഒരു റേ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺകേവ് മിററിന്റെ കേസിൽ ഇപ്പൊ ഞാൻ പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലൽ ആയിട്ട് ഒരു റേ വരികയാണ്. ദിസ് ഇസ് എ ലെയർ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒന്നുകൂടി റേ വരയ്ക്കാം. പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലൽ ആയിട്ട് ഒരു റേ വരയ്ക്കുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ഗോ ത്രൂ ദ ഫോക്കസ്, പാസ് ത്രൂ ദ ഫോക്കസ്. കോൺകേവ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിലൂടെ പോകും കോൺകേവ് മിററിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ റിമെമ്പർ ഇറ്റ് അഗൈൻ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ ഗോ ടു ദ ഫോക്കസ് ഇൻ കേസ് ഓഫ് കോൺകേവ് മിറർ. കോൺകേവ് മിററിൽ എങ്ങനെ പോവാ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നോക്കി. കോൺകേവ് മിററിൽ എങ്ങനെ പോവാ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ ഗോ ടു ദ ഫോക്കസ്. നൗ ഇൻ കേസ് ഓഫ് കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എവിടെയാണ്? റിഫ്ലക്റ്റിംഗ് സർഫേസ് ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താ, ഓക്കെ, അപ്പൊ റിഫ്ലക്റ്റിംഗ് സർഫേസ് അവിടെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പാരലൽ ആക്സിസ്, സോറി പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ ആയിട്ട് ഒരു റേ വരികയാണ്. സോ ആഫ്റ്റർ റിഫ്ലക്ഷൻ എവിടെ കൂടെ പോകും? ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിലൂടെ പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതൊരു മിറർ ആണല്ലേ, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പോകാൻ പറ്റില്ല. ഇതൊരു ലെൻസ് അല്ല. ലെൻസ് ആയിരുന്നെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നു. ബട്ട് മിറർ, ഇപ്പൊ നിങ്ങൾ മിറർ എന്ന് വെച്ചാൽ മിറർ ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് അല്ലേ. ഇപ്പൊ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പുറത്തൂടെ വരില്ല. ഓക്കെ, സോ ഇവിടെ എങ്ങനെ പോകുന്ന വെച്ചാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ഗോ സച്ച് ദാറ്റ് എങ്ങനെ പോകും? ഫോക്കസ് ഒരു റേ വരയ്ക്കുന്ന പോലെ ഫോക്കസ് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഫോക്കസ് വരുന്ന രീതിയിലേക്ക് ഇറ്റ് അപ്പിയേഴ്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഫോക്കസ്. അപ്പോൾ കോൺവെക്സ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലൽ ആയിട്ട് ഒരു റേ വന്നു കഴിഞ്ഞാൽ ആ റിഫ്ലക്റ്റഡ് റേ എങ്ങനെ ഉണ്ടാവും? ഇറ്റ് അപ്പിയേഴ്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫോക്കസ്. ഓക്കെ, ഇതുണ്ട് ഫോക്കസ് വരുന്ന പോലെ അല്ലേ. ഇപ്പൊ കോൺവെക്സ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലൽ ആയിട്ട് ഒരു റേ വന്നു കഴിഞ്ഞാൽ ഇറ്റ് അപ്പിയേഴ്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഫോക്കസ്. ഓക്കെ, അപ്പൊ എങ്ങനെ നിങ്ങൾ വരയ്ക്കണം? ആദ്യം ഒരു ഇൻസിഡന്റ് റേ വരയ്ക്കുക, എന്നിട്ട് ഫോക്കസിൽ നിന്ന് ആ ഇൻസിഡന്റ് റേക്ക് ഒരു വര വരയ്ക്കുക, ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് അവിടുന്ന് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ദിസ് ഈസ് ദ ഇൻസിഡന്റ് റേ ആൻഡ് ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇൻസിഡന്റ് റേ. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ നോർമൽ കൂടി ഒന്ന് വരച്ചേക്കാം. ആൻഡ് ഹിയർ ഓൾസോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും വിൽ ബി ദ സെയിം. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇവിടെ നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് വരിക. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇവിടെ സെയിം ആയിട്ട് വരികയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം.
again and again mark ചെയ്യാണ് നമ്മൾ angle of incidence. So this is angle of incidence and this is angle of reflection. Okay, and this is angle of incidence and angle of reflection. Angle of incidence എന്താണ്? Angle of incidence is the angle between the incident ray and the normal. Incident ray normal തമ്മിലുള്ള angle ആണ് angle of incidence. Similarly, reflected ray normal തമ്മിലുള്ള angle of reflection. So this was the case of concave mirror and convex mirror in the case of a ray parallel to principal axis. Concave mirror കേസിൽ എന്താണ്? Parallel to principal axis after reflection ഫോക്കസിലൂടെ പാസ് ആവും. കോൺവെക്സ് മിററിന്റെ കേസിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലൽ ആയിട്ട് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ റിഫ്ലക്ട് സച്ച് ദാറ്റ് ഇറ്റ് കംസ് ഫ്രം ദ ഫോക്കസ്. ഫോക്കസിന് വരുന്ന പോലെയാണ് അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുക. ഓക്കെ, സോ റേ പാരലൽ ടു പ്രിൻസിപ്പൽ കേസിന്റെ കേസ് അതാണ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് കേസ്. നെക്സ്റ്റ് കേസ് എന്താ പറയുന്നത്? Ray passing through the focus in the concave mirror and directed towards the focus in the convex mirror. Okay, so second case, ray passing through the focus in the concave mirror. Okay, അപ്പൊ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് റേ. ഓക്കെ, അപ്പൊ ലെറ്റ് മീ ഡ്രോ എ ലൈൻ. ഫോക്കസിലൂടെ പോകുന്ന ഒരു ഇൻസിഡന്റ് റേ ആയിരിക്കുകയാണ്. ഓക്കെ, ഐ ഡ്രോ ഇറ്റ്. അപ്പൊ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് റേ എന്ത് സംഭവിക്കും? Ray passing through the focus in the concave mirror and directed towards the focus in the convex mirror. Okay. അപ്പൊ ഫോക്കസിലൂടെ കടന്നു വരുന്ന ഒരു റേ ഇൻ കേസ് ഓഫ് കോൺകേവ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് റിഫ്ലക്ട് ആയി പോകും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് റിഫ്ലക്ട് ആയി പോകും. നമ്മൾ ഫസ്റ്റ് കേസിൽ കണ്ടു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിലൂടെ പോകും. സിമിലർലി ഫോക്കസിൽ അത് നേരെ തിരിച്ച് വൈസ് വേഴ്സ ഫോക്കസിലൂടെ വരുന്ന ഒരു റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ will go through the will reflect parallel to the principal axis. So here will be the normal. Okay, this will be the normal. Again, incident and angle of incidence, angle of reflection മാർക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും അങ്ങനെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ അതാണ് നമ്മുടെ എന്തിന്റെ കേസ്? നമ്മുടെ കോൺകേവ് മിററിന്റെ കേസ്. കോൺകേവ് മിററിന്റെ കേസിൽ ഫോക്കസിലൂടെ കടന്നു വരുന്നവരുടെ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നവരുടെ ആഫ്റ്റർ റിഫ്ലക്ഷൻ will reflect parallel to the principal axis. Will reflect parallel to the principal axis. Now, in case of convex mirror, നമുക്ക് പറയാം directed towards the focus എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് എന്ന് പറയാത്തത്? പാസിംഗ് ത്രൂ ദ ഫോക്കസ് എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം പാസിംഗ് ത്രൂ ദ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ഇതിന്റെ ബാക്ക്വേർഡ് സർഫേസ് ആണ്, സിൽവർ സർഫസ് ആണ്. സിൽവർ സർഫസ് അല്ല റിഫ്ലക്റ്റിംഗ് സർഫസ്. സിൽവർ സർഫസിന്റെ ഓപ്പോസിറ്റ് ആണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പൊ നമുക്ക് ഈ ഫോക്കസിലൂടെ ഒരു ലൈറ്റ് റേക്ക് നമുക്ക് വരാൻ പറ്റില്ല, ഓൺലി ഈ സൈഡിൽ കൂടെ വരാൻ പറ്റുള്ളൂ. പക്ഷെ ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഇതിലൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഒപ്പേക്ക് അല്ലേ, മിറർ എന്ന് പറഞ്ഞ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്ത ഒരു റേ എന്ന് പറയാൻ പറ്റും. ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്ത ഒരു റേ, അതായത് ഇതാണ് ഫോക്കസ്, ഇവിടെയാണ് ഫോക്കസ് ഇല്ല, ഇവിടെയാണ് ഫോക്കസ്. അപ്പൊ ഫോക്കസിലേക്ക് വരുന്ന ഒരു റേ, ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വരുന്ന ഒരു റേ, ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരുന്ന റേ. ഓക്കെ, ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരുന്ന റേ. സോ ഈ ഇൻസിഡന്റ് റേ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഇൻസിഡന്റ് റേ ഫോക്കസിന്റെ ഡയറക്ഷനിലാണ് വരുന്നത്, അല്ലെ? ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരുന്നത്. കോൺവെക്സ് മിററിന്റെ കേസിൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ ഗോ ആസ് ഇഫ് ഇറ്റ് ഈസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ ആയിട്ടാണ് ആരെ പോവുക. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ ആയിട്ടാണ് ആരെ പോവുക. ഞാൻ നോർമൽ വരയ്ക്കാം. സോ ഹിയർ ഇവിടെ ഏതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. This is angle of incidence and angle of reflection. So ray passing through the focus in the concave mirror after reflection will pass parallel to the principal axis. And in case of convex mirror, ray directed towards the focus, incident ray directed towards the focus in the case of convex mirror after reflection will pass parallel to the principal axis, where angle of incidence is this and angle of reflection is this. സോ നോർമൽ ടു സ്ഫെറിക്കൽ മിറേഴ്സ് എങ്ങനെ? സ്ഫെറിക്കൽ മിറേഴ്സിന്റെ നോർമൽ ഇങ്ങനെ വരയ്ക്കുക. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഈ ആംഗിൾ, ഈ ഇൻസിഡൻസ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, അതായത് ഇൻസിഡന്റ് റേ വന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചാലാണ് അതെന്താവുക, നോർമൽ ആയിട്ട് മാറുക. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് കേസ്. തേർഡ് കേസ് എന്താ പറയുന്നത്? റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ഇൻ കോൺകേവ് മിറർ ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഇൻ കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കോൺവെക്സ് മിററിനും കോൺകേവ് മിററിനും രണ്ട് ഡെഫിനിഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവുണ്ടാവും കഴിഞ്ഞ കേസ് വെച്ചിട്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ, റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പൊ റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആയിരിക്കും. പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ, ഇതാണല്ലോ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്ത് വരുന്ന ഒരു ഇൻസിഡന്റ് എങ്ങനെ പോകും? അങ്ങനെ പോകും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കൊരു വൈൽഡ് ഗസ് അടിക്കാൻ പറ്റും എങ്ങനെയാണ് ഈ റേ പോവുക എന്നുള്ള വല്ല ഐഡിയ ഉണ്ടോ? ഈ റോ എങ്ങനെ പോകുന്നു വല്ല ഐഡിയ ഉണ്ടോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ഒരു 5 സെക്കൻഡ്സ് പോസ് ചെയ്തിട്ട് 1 2 3 4 5 ഓക്കെ ഇറ്റ്സ് മൈ ടേൺ. പിന്നെ ഞാൻ പറയാം. അപ്പോൾ ഇത് പോവാന്ന് പറഞ്ഞാൽ ഈ പോയ പാത്തില്ലേ ഈ പാത്ത് റീട്രേസ് ചെയ്ത് വരും. ഓക്കെ, ഇൻസിഡന്റ് റേ ചെയ്താണെങ്കിൽ റിഫ്ലക്റ്റഡ് റേ ഇതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, ഈ സെയിം പാത്തിലാണ് വരിക. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മളിപ്പോ ഒരു നോർമൽ വരയ്ക്കുകയാണ്. ഇതിന്റെ നോർമൽ എങ്ങനെ? ഈ സെന്റർ ഓഫ് കർവേച്ചറിന് ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയും, ഇവിടെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആണ് അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? കാരണം ഇത് ഓവർലാപ്പിംഗ് ആണ്. ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. അപ്പൊ എന്താവണം? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആവണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 0 ഉണ്ട്. അതല്ല നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷനിൽ പഠിച്ചത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആവും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് പറയുന്നത്? ഈ റേ നമ്മൾ റീട്രേസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റേ ഇവിടെ റീട്രേസ് ചെയ്ത് വരുന്നതെന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഈ നെക്സ്റ്റ് കേസ് റേ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് കർവേച്ചർ. എന്തുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് ത്രൂ? ബിക്കോസ് നമുക്കറിയാം ഇവിടുന്ന് ഒരു റേക്ക് വരാൻ പറ്റില്ല. കാരണം ദിസ് ഈസ് നോൺ റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഈ ലൈനിന്റെ നോൺ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയില്ല. ഇൻസ്റ്റെഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് കർവേച്ചർ ആയതുകൊണ്ട് തന്നെ ഇവിടെയും നോർമൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഓവർലാപ്പ് ചെയ്യും. സോറി, നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഓവർലാപ്പിംഗ്. സോറി സോറി സോ നോർമൽ വരയ്ക്കുമ്പോൾ നമുക്ക് കാണാം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോർമൽ വരയ്ക്കുമ്പോൾ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആണ്. So angle of incidence and angle of reflection is 0. Hence reflected ray angle of incidence is, what is this? Angle of incidence is 0 ആയതുകൊണ്ട് തന്നെ angle of reflection 0 ആണ്. Hence ഈ വന്ന പാത്ത് റീട്രേസ് ചെയ്തു പോകും റിഫ്ലക്റ്റഡ്. അതാണ് റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ഇൻ കോൺകേവ് മിറർ ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഇൻ കോൺവെക്സ് മിററിന്റെ കേസ്. നൗ നമുക്ക് നമ്മുടെ ലാസ്റ്റ് കേസിലേക്ക് പോവാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. എങ്ങനെയാണ് ray passing through the center of curvature in concave mirror and ray directed towards the center of curvature in convex mirror. കോൺകേവ് മിററിന്റെ കേസിൽ വന്ന വഴി അതേപോലെ റീട്രേസ് ചെയ്ത് വരും. കോൺകേവ് മിറർ കോൺവെക്സ് മിററിന്റെ കേസിലോ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ആസ് ഇഫ് ആ റേ റീട്രേസ് ചെയ്ത് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ലാസ്റ്റ് കേസിലേക്ക് പോവാം. റേ ഇൻസിഡന്റ് ഒബ്ലിക്ലി ഓൺ ദ റിഫ്ലക്റ്റഡ് സർഫേസ്. ഈ ഒബ്ലിക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ഫോക്കസിലൂടെ വരണം എന്നില്ല, സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വരണമെന്നില്ല. അതായത് ഫോക്കസിലൂടെ വരണമെന്നോ സെന്റർ ഓഫ് കർവേച്ചറിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിക്കാം. അപ്പോൾ ഒബിയസ്ലി നമുക്കറിയാം ഏത് പോയിന്റിൽ ഒന്ന് അടിച്ചാലും, ഇപ്പോൾ ഞാൻ സപ്പോസ് ചെയ്യണ ഈ പോളിൽ വന്നാണ് ഇൻസിഡന്റ് ആണെന്ന് വിചാരിക്കും. ഇതാണ് പോൾ. ഇവിടെയും പോള് മാർക്ക് ചെയ്തില്ല. നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നും മാർക്ക് ചെയ്തില്ലേ? ഓക്കെ, സോ ഇതൊക്കെയാണ് പോൾ കിട്ടും. കോൺവെക്സ് മിററിന്റെ കേസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, കോൺകേവ് മിററിന്റെ കേസിൽ മാർക്ക് ചെയ്യാൻ മറന്നു. ഓക്കെ, സോ അതാണ് പോള്. സോ ഇപ്പൊ ഞാൻ പോളിൽ വന്ന് ഇൻസിഡന്റ് ആവണമെന്നില്ല, ഏതൊരു പോയിന്റിൽ വന്ന് ഇൻസിഡന്റ് ആയാലും ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? ഇപ്പൊ ഇവിടുത്തെ നോർമൽ എന്താ? സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസും ഈ നോർമൽ ഓവർലാപ്പ് ചെയ്യല്ലേ? വാട്ട് ഇസ് ദിസ്? ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് നമ്മുടെ നോർമലും ബ്ലാക്ക് ആയതുകൊണ്ട് കാണുന്നില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ മാറ്റാൻ പറ്റുന്നുണ്ടോ? വെരി കളർ കാണുന്നില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാനത് മായ്ച്ചിട്ട് പുതിയൊന്ന് വരയ്ക്കാം. അപ്പൊ ജസ്റ്റ് നമുക്ക് വിസിബിൾ ആവുമല്ലോ. വൈറ്റ് തന്നെ കൊടുക്കാം. വൈറ്റിന് ഓർമ്മ വരയ്ക്കാം. ബ്ലാക്കിന് മേലെ വൈറ്റ്. സോ ഓക്കെ, അപ്പൊ നമുക്ക് കാണാം നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസും നമ്മുടെ നോർമലും ഓവർലാപ്പ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഹെൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആവണം. സോ ഇങ്ങനെ ഒരു റേ പോകും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ഈക്വൽ ഇൻ കേസ് ഓഫ് കോൺകേവ് മിറർ. ഇനിയിപ്പോൾ ഇത് ഏത് പോയിന്റിൽ അടിച്ചാലും ഏത് പോയിന്റിൽ വന്ന് ഇൻസിഡന്റ് ചെയ്താലും ഈ ഒരു സെയിം കേസ് ആണ് വരിക. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിട്ട് റിഫ്ലക്ട് ആയിപ്പോൾ അതാണ് ഒബ്ലിക്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ഇവിടെയും അതുപോലെ തന്നെ ഒരു കേസാണ്. ഇപ്പൊ ഞാൻ
ഇവിടെ പോളിൽ ഒന്ന് ഇൻസിഡന്റ് ആവാന്ന് വിചാരിക്കുക. പോളിൽ ഒന്ന് ഇൻസിഡന്റ് ആവുന്നത് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ ഗോ ആസ് ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്? കാരണം ഇതിന്റെ നോർമൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. നോർമൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ലെറ്റ് മീ ഡ്രോ. കണ്ടോ? ഇവിടെ നിന്നാണല്ലോ നോർമൽ. നോർമൽ അല്ലേ ഞാൻ വരച്ചത്. പോയിന്റ് ഓഫ് ഇൻസിഡൻസിന് ഒരു നോർമൽ വരയ്ക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഈ 4 കേസാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. റേ ഓഫ് ഇൻസിഡൻസ് ആദ്യം മുതൽ പഠിക്കാം. എന്തായിരുന്നു? റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് കോൺകേവ് മിററിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? കോൺകേവ് മിററിന്റെ കേസിൽ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് കോൺകേവ് മിററിന്റെ കേസിൽ എങ്ങനെ വരുന്നു? പാരലൽ ആയിട്ട് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിലൂടെ പാസ് ചെയ്യും. കോൺകേവ് മിററിന്റെ കേസിൽ. കോൺവെക്സ് മിററിന്റെ കേസിലോ പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ ആയിട്ട് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ആസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫോക്കസ്. ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? റേ പാസിംഗ് ടു ദ ഫോക്കസ് ഇൻ ദ കോൺകേവ് മിറർ ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഫോക്കസ് ഇൻ ദ കോൺകേവ് മിറർ. സോറി, കോൺവെക്സ് മിറർ. അപ്പൊ കോൺകേവ് മിററിന് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് പോകും. ഇത് നേരെ കോൺവേഴ്സ് ആണ്. എന്തിന്റെ? ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു കോൺകേവ് മിററിൽ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിലൂടെ പോയെന്ന് പറഞ്ഞു. സിമിലർലി ഇവിടെ ഫോക്കസിലൂടെ വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ നേരെ ഇൻവേഴ്സ് ആണ്. കോൺവെക്സ് മിററിന്റെ കേസിൽ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഫോക്കസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നതെന്ന് പറയാത്ത എന്താ? കാരണം ഫോക്കസിലൂടെ പാസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് അല്ല. ഇപ്പൊ ഡയറക്റ്റഡ് ടു ദ സർഫേസ് ഇവിടെയാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ്. അപ്പൊ ഫോക്കസിലായിട്ട് ഡയറക്റ്റ് ചെയ്ത് വരുന്ന ഒരു റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. തേർഡ് കേസിൽ എന്ത് പറഞ്ഞു? കോൺകേവ് മിററിന്റെ കേസിൽ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്ത് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ ട്രേസ് ബാക്ക് ദ പാത്ത്. എന്തുകൊണ്ട്? നോർമൽ ആൻഡ് ദിസ് റേ ഈസ് കോയിൻസൈഡിങ്, ഹെൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആവും. സിമിലർലി ഇൻ കേസ് ഓഫ് കോൺവെക്സ് മിറർ ഓൾസോ സെയിം കേസ് ആണ്. സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വരുന്ന റേ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ചെയ്തത് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് എന്ന് പറയുന്നത്? കാരണം ഓപ്പോസിറ്റ് സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോൺ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണ്. അപ്പൊ റേ ട്രേസ് ബാക്ക് ചെയ്യും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 0 ആവും. ഇനി അടുത്തത് റേ ഇൻസിഡന്റ് ഒബ്ലീക്ലി ഓൺ ദ റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഏതൊരു പാത്തിലും വന്ന് വീണാലും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുന്ന രീതിയിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് വിടാൻ പറ്റും. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ബോത്ത് ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. ഫൈനലി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. മെയിൻലി ദർ ആർ 2 laws of reflection. The angle of incidence is equal to the angle of reflection. Angle of incidence is equal to the angle of reflection. The incident ray normal to the mirror at the point of incidence and the reflected ray all lie in the same plane. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ ഇമേജ് ഫോർമേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇമേജ് ഫോർമേഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. ഇതാണ് നമ്മുടെ അടുത്ത ക്ലാസ് ഡിസ്കഷൻ. സോ അടുത്ത ക്ലാസ് വരേക്കും ബൈ ബൈ ബൈ. എല്ലാ ടോപ്സും റിവൈസ് ചെയ്യുക. നിങ്ങൾ എപ്പോഴാണ് ഇന്ന് കാണുന്നത് എനിക്കറിയാം, ചിലപ്പോൾ അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ സ്കൂൾ തുടങ്ങുമ്പോഴാവും, സ്കൂൾ എക്സാമിന്റെ തലേന്നാവും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എക്സാമിന്റെ തലേന്നൊക്കെ ആണെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇനി ബോർഡ് എക്സാമിന്റെ തലേന്നെങ്കിൽ വെരി വെരി ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. So all the best again. We'll see you with the next class. Bye.